ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമ്പസ് ടൂറാണ്. ഞാൻ SUവിൻ്റെ ഒരു ക്യാമ്പസ് ടൂറാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഞാനിത് പല ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് നൈറ്റ് രാത്രി സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ വിഷ്വൽസ് കാണും, രാവിലെ കാണും, ഉച്ചയ്ക്ക് കാണും. അപ്പോൾ ഞാൻ ഓരോ ദിവസവും കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നത്. ആൻഡ് ഞാനിത് മറ്റേ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. ഞാൻ ക്ലിപ്സ് എടുത്തിട്ട് വോയിസ് ഓവറാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് സമയമില്ലേ ഒന്നാമത്തെ കാര്യം. യൂണിവേഴ്സിറ്റി ഫുൾ കറങ്ങി നടന്ന ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോയിലോട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് അറഗവലി, സമസ്യ അറഗവലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ മെട്രോൻ്റെ അടുത്താണ്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ കാണുന്ന ഓൾഡ് ബിൽഡിങ്ങും ഈ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ കൂടെ തന്നെ കാണുന്നതാണ് ന്യൂ ബിൽഡിങ്. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പ്രോപ്പറായിട്ടുള്ള ഗേറ്റ് ഇല്ല, അത് അവർ പടിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആൻഡ് നമ്മുടെ യൂണിവേഴ്സിറ്റിയോട്ട് ഇത്തപ്പോൾ ഈ ഓൾഡ് ബിൽഡിങ്ങിലോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനത്തെ ഡോറാട്ടോ, ഇങ്ങനത്തെ സ്ലൈഡിങ് ഡോറാണ്. കയറുമ്പോൾ തന്നെ അവിടെ ചെറിയൊരു സെക്യൂരിറ്റി ഉണ്ട്. അതേപോലെ അവിടെ കുറച്ച് കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഒരു വെൻറ്റിംഗ് മെഷീനുണ്ട്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് ലിഫ്റ്റ് കാണാം. ആ ഒരു എൻട്രൻസ് പറയുന്നത് ന്യൂ ബിൽഡിങ്ങിലോട്ട് പോകുന്നതാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റെയർ കയറി പോകുമ്പോഴത്തേക്ക് സൈഡിലായിട്ട് ഒരു കോഫി സ്റ്റേഷൻ കാണാം. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ കോഫി, പക്ഷെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ സ്റ്റെയർ കയറി പോകുന്നത് എങ്ങോട്ടേക്കാന്ന് ചോദിച്ചാൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. ഈ കാണുന്നതാണ് SUവിൻ്റെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ക്യാപ്സ് ഒക്കെ നടക്കുന്ന ഇവിടാണ്. അപ്പം റിസപ്ഷൻ ഉണ്ട്. ഞാൻ ഇതുവരെ റിസപ്ഷനിൽ ആരും ഇരുന്ന് കണ്ടിട്ടില്ല. ചിലപ്പോൾ എനിക്കിപ്പോഴും ക്ലാസ് രാവിലെയാണ്. ഇതാണ് നമ്മുടെ ഒരു ക്ലിനിക്കൽ ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഒരു ക്യാപ്സ് നടക്കുന്ന ക്ലാസ് റൂം കൂടെ. കുറേ മാനിക്വൻസ് ഉണ്ട്. പിന്നെ ക്ലാസ്സിൻ്റെ സമയം ഇതുപോലെ നമുക്കൊരു സ്റ്റേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ അവർ ചെയ്യുന്ന വെന്യൂ പെഞ്ചർ എന്ന് പറഞ്ഞ മെത്തേഡാണ്. അപ്പോൾ സാർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു എമർജൻസി ഡോക്ടർ സർവീസ് അവൈലബിൾ ആണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇതാണ് ആ സാറിൻ്റെ ഓഫീസ്, ഡോക്ടറിൻ്റെ ഓഫീസ് ആക്ച്വലി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ കുറച്ച് ലെക്ചർ ഹാൾസും അതുപോലെ തന്നെ സെമിനാർ റൂമുമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന അനാട്ടമിയുടെ സെമിനാർ റൂമാട്ടോ. ഇവിടെ കുറേ 3D മോഡൽസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ആ വലിയ സ്ക്രീനുള്ള പ്രസൻറ്റേഷൻ ഇതിലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഫിസിയോളജി ഒരു സെമിനാർ റൂമാണ്. അതിപ്പോൾ എല്ലാ സബ്ജക്റ്റും വരാം, ഇതിൽ ഒന്നുമില്ല. അനാട്ടമി പോലെ 3D മോഡൽസ് ഒന്നുമില്ല ഫിസിയോളജിക്ക്. നമുക്ക് എന്തായാലും വലിയൊരു സ്ക്രീൻ എല്ലാ റൂമിലും കാണാം. അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 8th ഫ്ലോർ, അതായത് ഓൾഡ് ബിൽഡിങ്ങിൻ്റെ 8th ഫ്ലോറിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരും. ഇവിടാണ് നമ്മുടെ പോർട്ടലിൻ്റെ ഫീസിൻ്റെ ഇൻഷുറൻസ് എല്ലാം ചെയ്യുന്നത് ഇവിടാണ്. ആക്ച്വലി നമ്മൾ ഈ ഇമെയിൽ സിസ്റ്റമാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് നമ്മൾ വന്നാൽ ഇവിടാണ് നമുക്ക് സ്നോബ കിട്ടാൻ, സ്റ്റുഡൻ്റ് ID കിട്ടാൻ ഒക്കെ നമ്മൾ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടാണ്. ഇവിടുന്ന് നമ്മൾ ചെറിയൊരു വാക്വേ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചർച്ച് പോലത്തെ സെറ്റപ്പ് കാണും. ചർച്ചല്ല, എന്തോ പ്രാർത്ഥിക്കുന്നൊരു സംഭവം എനിക്കറിഞ്ഞൂടാ. കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് കാണും. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പ്രോപ്പറായിട്ട് വലിയൊരു ചർച്ച് റൂമുണ്ട്. നിങ്ങൾക്കറിയാലോ, ജോർജിയ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ കുറച്ച് ഡൊമിനൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഒരു ചർച്ച് കാണും. അപ്പം ഇതാണ് ആ ചർച്ച്. എനിക്കതിൽ എഴുതി വെച്ചിരിക്കുന്ന 2 മണിക്ക് എന്തോ മാസം ഉണ്ടെന്നാണ്. ഒരു റൂമിൽ കുറേ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം. എനിക്കിതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അത് നല്ലപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വരുന്നത് ഓൾഡ് ബിൽഡിങ്ങിൻ്റെ 8th ഫ്ലോറിലാണ്. 8th സ്റ്റുഡൻറ്റ് അഫെയറിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു ചർച്ച് വരുന്നത്. ഇവിടെ സ്റ്റുഡൻസൊക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വരുമെങ്കിൽ ചിലപ്പോൾ ജോർജിൻസിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഓൾഡ് ബിൽഡിങ്ങിൽ ഇങ്ങനത്തെ ഓരോ കോറിഡോറിലും ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുണ്ട്. അത് ഈ ഓൾഡ് ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ, ന്യൂ ബിൽഡിംഗ് ഇല്ല. അപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് SUവിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ക്യാൻറ്റീനാണ്. ഈ ക്യാൻറ്റീനിൽ നല്ലൊരു പ്രത്യേകത ഉണ്ട്. ഇത് ഇന്ത്യൻസ് ഒരു കൊളാബറേറ്റഡ് ചെയ്യുന്ന ക്യാൻറ്റീനാണ്. അപ്പോൾ ഇവിടുത്തെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഈ ജോർജിയൻ ഇന്ത്യൻ മിക്സാണ്. അതായത് അപ്പോൾ ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റി മെനു ആണ്. പനീർ കച്ചാപ്പൂരി ഉണ്ട്, മൂങ് ദാൽ കച്ചാപ്പൂരി ഉണ്ട്. നമ്മുടെ ക്യാൻറ്റീൻ ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. അപ്പോൾ ഒത്തിരി സ്പേസ് ഉണ്ട് ഇരിക്കാൻ. നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു ക്യാൻറ്റീനാണ്. അങ്ങനെ നമ്മുടെ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ ഒരു ടൂർ ഇവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ ഫസ്റ്റ് വന്ന വഴിയാണിത്. ആ ലിഫ്റ്റിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന സ്റ്റെയറാണിത്. അപ്പോൾ ഈ സ്റ്റെയർ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ 2nd ഫ്ലോർ എത്തും. അപ്പോൾ ഈ 2nd ഫ്ലോറിലാണ് നമ്മുടെ ഈ ഓൾഡ് ബിൽഡിങ്ങും ന്യൂ ബിൽഡിങ്ങും തമ്മിലുള്ള കണക്ഷൻ ബ്രിഡ്ജ് വരുന്നത്. ഇതാണ് ആ ബ്രിഡ്ജ്. അതിന് പോകുന്നതിന് മുമ്പ് ഈ 2nd
സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഒരു സ്റ്റുഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, അക്കാഡമിക് രജിസ്ട്രേഷൻ. അതായത് നമ്മുടെ പോർട്ടലിലെ സബ്ജക്റ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം, മെയിൻലി സബ്ജക്റ്റിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് വരുന്നത്. ഇവിടുത്തെ സാറുമാരെയാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. എനിക്ക് ഈ ബ്രിഡ്ജ് കാണുമ്പോൾ എപ്പോഴും എയർപോർട്ട് ഓർമ്മ വരുന്നത്. എന്ന് നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ന്യൂ ബിൽഡിങ്. നമ്മളിങ്ങനെ ഡയറക്റ്റ് പോകുന്നത് ന്യൂ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മുടെ ന്യൂ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ മെയിനായിട്ടും എക്സാം ഹാളാണ് വരുന്നത്. പിന്നെ കുറച്ച് ടീച്ചർമാരുടെ അല്ലെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെ റൂമുണ്ട്. അപ്പം ഇത് എന്തോ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്ലോക്ക് ചെയിൻ ക്യാമ്പയിൻ എന്തോ സാധനമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി അറിയാമല്ലോ, SU മെഡിസിൻ മാത്രമല്ല എല്ലാ കോഴ്സസും അവൈലബിൾ ആയിട്ടൊരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഇത് നമ്മളുടെ വലിയ എക്സാമിനേഷൻ സെൻ്ററാണ്. നമ്മളിവിടെയാണ് എക്സാം എഴുതുന്നത്. ഒരു സമയം കുറേ പേർക്ക് എക്സാം എഴുതാൻ പറ്റും. കാരണം അങ്ങനെയാണ് നമ്മുടെ ഒരു ഫുൾ ആൾക്കാർക്കായിരിക്കും നമുക്ക് എക്സാം എഴുതുന്നത്. അപ്പം എല്ലാവർക്കും കൂടി എഴുതാനുള്ള ഒരു എക്സാം സെൻറ്റർ നമ്മുടെ എക്സാം സെൻറ്റർ വരുന്നത്. അപ്പോൾ എക്സാം സെൻറ്ററിൽ നിങ്ങളെല്ലാ കുട്ടികൾ അവിടെ ബാഗ് വെച്ചിട്ടായിരിക്കും അവിടെ പോകുന്നത്. ഇത് കുറച്ചുകൂടി ചെറിയ എക്സാം സെൻറ്ററാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ന്യൂ ബിൽഡിങ്ങിൻ്റെ ഒരു സെമിനാർ റൂമാണ്. ഇത് ഓൾഡ് ബിൽഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചെറുതാണ് റൂം. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ഫ്ലോറിലും ഒരു വാട്ടർ ഡിസ്പെൻസർ കാണും. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളം തീർന്നാണ്, അത്രയും പിള്ളേരുണ്ടല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് വെൻഡിങ് മെഷീനാണ്. കുറച്ച് സ്ഥലത്തൊക്കെ ഈ വെൻഡിങ് മെഷീനാണ്. നമ്മൾ പൈസ ഇട്ട് നമുക്ക് അതിലുള്ള സാധനങ്ങൾ എടുക്കാം. സ്റ്റോറും കാര്യങ്ങളൊന്നുമില്ല യൂണിവേഴ്സിറ്റി, അതുപോലത്തെ വെൻഡിങ് മെഷീനാണുള്ളത്. പിന്നെ ബാത്റൂമിൻ്റെ ടൂറും കൂടി ആവാം. ബാത്റൂം ഞാൻ വലുതായിട്ടൊന്നും കാണിക്കില്ല, ജസ്റ്റ് എന്താ നോർമലായിട്ടൊരു ബാത്റൂം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമാണ് ആക്ച്വലി ഭയങ്കര വലിയ ബാത്റൂം. പിന്നെ നമുക്ക് ലിഫ്റ്റ് കാണാം യൂണിവേഴ്സിറ്റിക്ക്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് കുറേ ലിഫ്റ്റ് ഉണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഒരു സംഭവങ്ങളാണല്ലോ ഇതൊക്കെ. പിന്നെ ഇതൊക്കെ കോൺഫറൻസ് റൂമുകളാണ്. ഇവിടുന്ന് നമുക്ക് വലുതായിട്ട് വരത്തില്ല. എന്തെങ്കിലും പബ്ലിക് ലെക്ചേഴ്സൊക്കെ ഉള്ളപ്പോഴാണ് വരുന്നത്. ഇത് ന്യൂ ബിൽഡിങ്ങിൻ്റെ ഒരു ലെക്ചർ ഹാളാണ്. അതായത് ഒരു 100-120 കുട്ടികൾ വന്നിരിക്കുന്ന ഒരു ലെക്ചർ ഹാളാണിത്. ഞാൻ പറഞ്ഞത് രാത്രിയിലാണ് ഷൂട്ട് ചെയ്തത്. ആൻഡ് ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട്. കാരണം നമുക്ക് ഇൻഡോർ ഗ്രൗണ്ടാണ് വരുന്നത്, പുറത്തൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കുന്ന കാണാം. ഫുട്ബോൾ അങ്ങനൊന്നും കളിക്കുന്നത് ഞാൻ കണ്ടില്ല. ബാഡ്മിൻ്റൺ ആണ് കുട്ടികൾ കൂടുതലും കളിക്കുന്നത്. ആൻഡ് ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ലൈബ്രറിയാണ് വരുന്നത്. ലൈബ്രറി ഭയങ്കര വിശാലമായിട്ടൊരു ലൈബ്രറിയാണ്. ലൈബ്രറി ടൈമിംഗ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈബ്രറിയുടെ നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ നമുക്കൊരു ബുക്ക് കാണാം. അത് നമ്മൾ ആക്ച്വലി നമുക്ക് ഇൻ പേഴ്സൺ പോയി ആ ബുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ അവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരെ കണ്ടില്ല, ഓക്കെ, അവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ID കാർഡ് കൊടുത്തു തരുമ്പോൾ അവർ ചോദിക്കും ഏത് ബുക്കാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ ആ ബുക്ക് എടുക്കണം. പിന്നെ നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് നമുക്ക് ബുക്ക് ഈ ലൈബ്രറിയിൽ വന്ന് ബുക്ക് ഇരുന്ന് പഠിച്ചിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ ആ ഇരിക്കുന്ന ആരെന്ന് നോക്കുക അശ്വിനി. ഞാൻ പറഞ്ഞില്ല രാത്രിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം രാത്രിയിൽ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇത് എനിക്കൊന്ന് ഒരു 9 മണിയൊക്കെ ആയി കാണും. അപ്പം നമുക്ക് ലൈബ്രറി നല്ല സ്പീഷ്യസ് ആട്ടോ. നമുക്ക് ഇതുപോലെ ഓപ്പണായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതുപോലെ കമ്പാർട്ട്മെൻറ്റായിട്ട് 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, 2 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ലൈബ്രറിയാണ് നമുക്കുള്ളത്. അപ്പം നമ്മുടെ ലൈബ്രറിയുടെ അകത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പം നമുക്കതൊന്നും പറ്റാത്തപ്പോൾ നമ്മൾ ഈ കോറിഡോറിൽ വന്നുള്ള അർജൻറ്റായിട്ടുള്ള കോള് ചെയ്യുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അമ്പരിപ്പിച്ചൊരു സാധനം ഈ നിസ്കാര റൂമാട്ടോ. ഇതുവരെ ഇതില്ലേനും. ഈ ഒരു 2-3 മന്ത്സിനുള്ളിലാണ് ഇത് സെറ്റപ്പാക്കി എടുത്തത്. ഇപ്പോൾ കുറേ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു ക്രിസ്ത്യൻ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഇങ്ങനെ ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ നമുക്ക് നിസ്കാര റൂം വരുന്നത് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ടാണ്. അവിടെ കുറച്ച് സാൻഡിലൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. നല്ലൊരു എനിക്കെന്തോ അതിൽ കയറി ഭയങ്കര പോസിറ്റീവ് വീണു. നല്ല പോലെ അവർ കൗബൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു പക്ക എന്തോ എനിക്കിഷ്ടപ്പെട്ടത്. എന്തായാലും നല്ല അപ്രീഷിയേറ്റഡ് ആണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. ആൻഡ് അവരുടെ എല്ലാം നമ്മുടെ കുറച്ച് ദുആ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടേനു. അതിൻ്റെ ആഫ്റ്റർ നിസ്കാരത്തിൻ്റെ സംഭവം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുറാനുണ്ട് ഇവിടെ. പിന്നെ നിസ്കാരത്തിൻ്റെ കുപ്പായം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത് മറച്ചിട്ടില്ല. അതിൻ്റെ അപ്പുറത്ത് ബോയ്സിൻ്റെ നിസ്കാര റൂമാണ്. ആക്ച്വലി ഒരു വലിയ റൂമാണിത്. ഇത് അവർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പുറത്ത് ബോയ്സ് ഇപ്പുറത്ത് ഗേൾസ് എന്ന് വെച്ചിട്ട് അവർക്കും അവിടെ ഖുറാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു പ്രശ്നം വന്നില്ല. അത് പിന്നെ ഇത് സീലും ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെയാണ് ജോബ് ഫെയർ നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിലൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഇതെടുത്ത സമയത്ത് ജോബ് ഫെയർ ആയിരുന്നു ഇവിടെ. അപ്പം അതിൻ്റെയാണ് നിങ്ങൾ ഈ ക്രൗഡ് കാണുന്നത്. പിന്നെ ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ നമുക്ക് ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആക്ച്വലി ന്യൂ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമുക്കൊരു വന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്ഥലമുള്ളൂ. ബാക്കി ഓൾഡ് ബിൽഡിങ്ങിലെ പോലെ എവരി ഫ്ലോറിലും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഔട്ട്സൈഡ് എന്ന് പറയുന്നത്, ന്യൂ ബിൽഡിങ്ങിൻ്റെ പുറത്ത്. അതായത് ഓൾഡ് ബിൽഡിങ്, ബ്രിഡ്ജ്, ന്യൂ ബിൽഡിങ്. വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഇതിലും കുറേ കാര്യം എന്നുവെച്ചാൽ ഓരോ ബിൽഡിങ് ഓരോ ഇതും കാണിക്കുന്നത് ഞാനൊരു കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം SUയിലോട്ട് അടുത്ത ഇൻടേക്കിൽ വരുന്ന കുട്ടികൾക്ക് ചെറിയൊരു ക്യാമ്പസ് ടൂറായി. നിങ്ങൾ നല്ലൊരു ഏജൻസിയെ ചൂസ് ചെയ്യുന്നെങ്കിൽ അവരെന്തായാലും നിങ്ങളെ നല്ലൊരു ക്യാമ്പസ് ടൂർ നടത്തി തരും.